ആദ്യക്കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാരും. ഏത് പാർക്കിൽ പോവാ? ബൈ, എൻജോയ്. Hi. Is she taking a vlog? Yes. Hi, YouTube. Bye, Jasmine, Yasmin. Hi, cuties. Bye. Bye bye. Bye. Okay. സൗര് പോയി. വേണ്ട, ഇത് വേണ്ട. നല്ല ഫ്ലവേഴ്സ് ഉള്ള എന്തോ നല്ല ഫുള്ള് വയലറ്റ് കളറിലാണ് നിൽക്കുന്നത്. കേട്ടോ, നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, നമ്മുടെ അല്ല കേട്ടോ, നൈബറിൻ്റെയാണ്. പക്ഷെ എന്താ ഭംഗിയെന്ന് നോക്കി. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലും അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളായിരുന്നു. നമ്മൾ ഈ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽദിയിലൊക്കെ കിട്ടത്തില്ലേ, അപ്പോൾ അത് മേടിച്ച് വെച്ചു. അതൊക്കെ ഒരു ഒത്തിരി നാളായപ്പോൾ അവർ 1-2 തവണ പോയിട്ട് വീണ്ടും പൂത്ത് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ജമന്തിയൊക്കെ ഇവിടെ മുഴുവൻ അങ്ങ് പുല്ലായി കേട്ടോ. പക്ഷേ എനിക്കിതൊന്നും പുല്ലൊന്ന് വെട്ടാമെന്ന് വിചാരിച്ചാലേ കണ്ടോ നിറച്ച് മഞ്ഞപ്പൂക്കൾ. ഇത് കാണുമ്പോൾ ഇതെങ്ങനെയാണ് വെട്ടിക്കളയാൻ തോന്നുന്നത്. അതുകൊണ്ട് പുല്ല് വെട്ടുന്നത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക ഞാൻ. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ പൂക്കളൊക്കെ നിറച്ച് നിൽക്കുന്ന കാണാൻ. നാട്ടിലെ ജമന്തി, ഇതിന് മണമുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ ജമന്തി തന്നെയാണ്, ശരിക്കും മണമുണ്ട്. ഇതിന് ഈ പൂക്കളുടെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ കാണാൻ ഭംഗിയുള്ളതുകൊണ്ടും ഇതൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും ഞാനിതൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നതല്ല. കേട്ടോ, ഇച്ചിരി ഡിഫറെൻറ്റാ കേട്ടോ. ഇതൊരു കോൺ ചെടിയാണ്. ഇത് സയനയുടെ വീട്ടിൽ നിന്ന് എബി എനിക്ക് തന്നതാണ്. ഒരു കോണിൻ്റെ ഒരു ചെറിയൊരു തയ്യ. അത് ഇപ്പം ഇച്ചിരി വളർന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതൊരു ഞങ്ങൾ വീട് മേടിച്ചപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് കുഞ്ഞൊരു ചെടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഫുൾ ഇങ്ങനെ ബുഷ് പോലെ. പക്ഷെ എനിക്ക് പൂക്കത്തൊന്നുമില്ല എന്ന് തോന്നുന്നു, ചുമ്മാ ഇങ്ങനെ കാട് പോലെ. പക്ഷെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ഞാനത് വെട്ടിക്കളയാൻ നിർത്തിയിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ലാവൻഡർ ഞാൻ ഇട്ട് നടക്കുന്നുണ്ട്, ഇപ്പോൾ മേടിച്ചിട്ട് നട്ടു. പക്ഷേ കണ്ടോ, അത് പൊടിക്കുമെന്ന് അറിയത്തില്ല. അതൊരുമാതിരി കരിഞ്ഞ് ശോഷിച്ച് നിൽക്കുക. ഞാനൊരു ഈ വീക്ക് നട്ടതേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി അവർ ഊർജ്ജസ്വലരായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നൈബറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ടോ, ഒരു ലാവൻഡർ കളറ് പൂക്കളുള്ള നിറച്ചൊരു ബുഷായിട്ട് എടുക്കുന്ന ഒരു ചെടി കണ്ടെന്ന്. നല്ല ഭംഗിയല്ലേ. ഞാൻ അതിൻ്റെ കൈ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരും മുട്ട് വന്നിട്ടുണ്ട് കണ്ടോ.